కేరళంలో యూడీఎఫ్ అధికారంలోకి రావడం ఖాయమన్నారు కాంగ్రెస్ ఎంపీ శశి థరూర్. ప్రస్తుతం పినరయి విజయన్ ప్రభుత్వంపై ప్రజల్లో తీవ్ర వ్యతిరేకత ఉందన్నారు. వ్యక్తిగతంగా వ్యక్తులను లక్ష్యంగా చేసుకుని రాజకీయాలు చేసే వ్యక్తిని తాను కాదన్నారు. పినరయి ప్రభుత్వం పట్ల ప్రజల్లో తీవ్రమైన వ్యతిరేక భావన నెలకొందని చెప్పారు. 5 ఏళ్లలో పూర్తి కావాల్సిన ప్రాజెక్టులు 10 ఏళ్లలో పూర్తయ్యాయి అని చెప్పారు. కేరళంలో అసెంబ్లీ ఎన్నికల వేళ కాంగ్రెస్ తరపున విస్తృత ప్రచారం చేశారు శశి థరూర్. ഈ പ്രോഗ്രസ് റിപ്പോർട്ട് നിങ്ങൾ വായിച്ചു നോക്കിയോ? എന്തൊക്കെയാണ് അതിലുള്ളത്? അവര് 5 വർഷത്തിൽ പൂർത്തിയാക്കാന്ന് പറഞ്ഞ വാഗ്ദാനങ്ങളെ അവർ 10 വർഷത്തിൽ പൂർത്തിയാക്കി എന്ന് പറയുന്നു. അതൊരു ഉദാഹരണമാണ് വീട് കെട്ടിക്കൊടുക്കൽ. നിങ്ങൾക്കറിയാം, ഒരു സാധാരണ റേറ്റാണ് 1 ലക്ഷം വീട് ഒരു വർഷത്തിൽ കെട്ടാൻ സാധിക്കണം. അപ്പോൾ നമ്മൾ ഓരോരോ വിധത്തിൽ നോക്കുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് എൻ്റെ ഓർമ്മയിൽ 4.64 lakhs ആണ് നമ്മൾ കെട്ടിയത് 5 വർഷത്തിൽ. പക്ഷേ 50,000 വീടുകളുടെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരിപ്പോൾ 10 വർഷത്തിൽ 5 ലക്ഷം വീട് കെട്ടിയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്, അത് പ്രോഗ്രസ്സാണ്. പിന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്ന വലിയ വികസന കാര്യങ്ങൾക്ക് എന്താണ്? നാഷണൽ ഹൈവേ, അതിൻ്റെ അവർ 25% ചിലവാക്കിയിട്ടുണ്ട് ഭൂമി വാങ്ങാൻ. ബാക്കി എല്ലാം കേന്ദ്ര ചിലവാണ്. ഗെയിൽ പൈപ്പ് ലൈൻ അവർ എതിരിച്ചു. പക്ഷെ അത് അവസാനത്തെ കോൺഗ്രസ് UDF സർക്കാർ ആരംഭിച്ച ശേഷം നമ്മൾ കെട്ടി. അതിപ്പോൾ അവർക്ക് വലിയൊരു വികസന അച്ചീവ്മെൻ്റാണ്. വിഴിഞ്ഞം തുറമുഖം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ അതിൽ തുടക്കം മുതൽക്ക് ഇൻവോൾവ് ഒരു വ്യക്തിയാണ്. അവരുടെ എതിർപ്പ് 100% ഉണ്ടായിരുന്നു അവസാനത്തെ ദിനം വരെ. ഞങ്ങൾക്ക് കാണിക്കാനുള്ളത് രാജ്യം മുഴുവൻ ഞങ്ങൾ ഭരിച്ച ഒരു പാർട്ടിയായിട്ട് ഞങ്ങൾക്കൊരു ട്രാക്ക് റെക്കോർഡുണ്ട്. ഞങ്ങൾക്ക് അനുഭവമുള്ള, എക്സ്പീരിയൻസ് ഉള്ള, ക്വാളിഫൈഡ് ആയ ഞങ്ങൾക്ക് നേതാക്കളുണ്ട് സർക്കാർ നയിക്കാൻ. ഞങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്ത UPA സർക്കാരിൽ ഞങ്ങൾ 10 വർഷക്കാലം എന്തൊക്കെ ഗ്യാരണ്ടികൾ കൊണ്ടുവന്നു, എന്തൊക്കെ പൂർത്തിയാക്കി, നമ്മളുടെ രാജ്യത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും മുഖചരിത്രം മാറ്റിയ ഒരു ഭരണമായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, ഇതെല്ലാം കൊണ്ടുവന്നൊരു സർക്കാരിൻ്റെ ആൾക്കാരെയാണ് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താ ചൂണ്ടിക്കാണിക്കാനുള്ളത്? ഉമ്മൻചാണ്ടിയുടെ സർക്കാർ സമയത്ത് ഞങ്ങൾക്ക് കഷ്ടിച്ച ഒരു 1-2 സീറ്റിൻ്റെ മെജോറിറ്റി ഉണ്ടായിരുന്നു.